ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വലിയ നോമ്പിന് കനാനിൽ പ്രവേശിക്കുന്നതിന് നോമ്പ് ധ്യാനത്തിലൂടെ കനാനിൽ പ്രവേശിക്കുന്നതിൻ്റെ ഈ ആത്മീയ തീർത്ഥാടന യാത്രയിൽ നമ്മളൊരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യം എല്ലാവരുടെ മേലും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയ പണികളിൽ ഏറ്റവും സമർത്ഥമായിട്ട് രണ്ടുപേരെ തിരഞ്ഞെടുത്തു, ബെസലീലും ഒഹോലിയാബും. 36-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ബെസലേലും ഹോലിയാബും ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ബെസലേലും ഹോലിയാബും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്ക് യഹോവ കൽപ്പിച്ചതുപോലെയൊക്കെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അറിയേണ്ടതിന് യഹോവ ജ്ഞാനവും ബുദ്ധിയും നൽകിയ സകല ജ്ഞാനികളും പ്രവൃത്തി ചെയ്യണം. അങ്ങനെ മോശ ബെസലേനെയും ഒഹോലിയാബിനെയും യഹോവ മനസ്സിൽ ജ്ഞാനം നൽകിയിരുന്ന എല്ലാവരെയും പ്രവൃത്തിയിൽ ചേരുവാൻ മനസ്സിൽ ഉത്സാഹം തോന്നിയ എല്ലാവരെയും വിളിച്ചു വരുത്തി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയുടെ പ്രവൃത്തി ചെയ്യുവാൻ ഇസ്രായേൽ മക്കൾ കൊണ്ടുവന്ന വഴിപാടൊക്കെയും അവർ മോശയുടെ പക്കൽ നിന്ന് വാങ്ങി. എന്നാൽ അവർ പിന്നെയും രാവിലെ തോറും സ്വമേധാദാനങ്ങളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിലെ സകല പ്രവൃത്തിയും ചെയ്യുന്ന ജ്ഞാനികളൊക്കെയും താൻ ചെയ്തു വന്ന പണി നിർത്തി വന്ന് മോശയോട് യഹോവ ചെയ്യാൻ കൽപ്പിച്ച ശുശ്രൂഷയുടെ പ്രവൃത്തിക്ക് വേണ്ടതിലധികമായി ജനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അതിന് മോശ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ വിശുദ്ധ മന്ദിരത്തിൽ വഴിപാട് വഹിക്ക് മേലാൽ പ്രവൃത്തി ചെയ്യേണ്ട എന്ന് കൽപ്പിച്ചു. അവരത് പാളയത്തിൽ പ്രസിദ്ധമാക്കി. അങ്ങനെ ജനം കൊണ്ടുവരുന്നത് നിർത്തലാക്കി. കിട്ടിയ സാമാനങ്ങളോ സകല പ്രവൃത്തിയും ചെയ്യുവാൻ വേണ്ടുവോളവും അധികവും ഉണ്ടായിരുന്നു. 2 പേരെ ദൈവം തിരഞ്ഞെടുത്തു. ജ്ഞാനികളായിട്ടുള്ളവരെയും തിരഞ്ഞെടുത്തപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പണത്തിന് വേണ്ടി നിന്നപ്പോൾ അധികമായിട്ടുള്ള പണം വരുവാനായിട്ട് സാധിച്ചു. കർത്താവിൻ്റെ വേല ശരിയായി ബുദ്ധിയോടെ യുക്തിയോടെ കർത്താവ് തിരഞ്ഞെടുക്കുന്നവർ ചെയ്യുമ്പോൾ അതിനകത്ത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി ഇന്ന് പല നല്ല പ്രവൃത്തികളും ചെയ്യുവാൻ ധാരാളം കഴിവുള്ളവരും കർത്താവിൻ്റെ വേലയിൽ സമർത്ഥരുമുണ്ട്. എന്നാൽ അവരുടെ സാമർഥ്യവും ബുദ്ധിയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നത് വലിയ പ്രയാസമാണ്. എന്നാൽ ദൈവം അതത് സ്ഥലത്ത് അപ്രകാരമുള്ളവരെ ഉപയോഗിക്കുന്നു എന്നുള്ളത് അനുഗ്രഹമാണ്. അപ്രകാരം ഉപയോഗിക്കുമ്പോൾ ഉള്ളതിലും അധികം വരുവാനായിട്ട് സാധിക്കും. 8 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ കർട്ടൻ പണിയെ പറ്റിയാണ് പറയുന്നത്. 8-ാം വാക്യത്തിൽ പണി ചെയ്യുന്നവരിൽ ജ്ഞാനികളായ എല്ലാവരും പഞ്ഞിനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുള്ള 10 മുടിശീല കൊണ്ട് തിരുനിവാസം ഉണ്ടാക്കി. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കരൂബുകൾക്കായിട്ടുള്ളതായി അതിനെ ഉണ്ടാക്കി. ഓരോ മുടിശീലയ്ക്ക് 28 മുഴം നീളവും ഓരോ മുടിശീലയ്ക്ക് 4 മുഴം വീതിയും ഉണ്ടായിരുന്നു. 12-ാം വാക്യത്തിൽ ഒരു മുടിശീലയിൽ 50 കണ്ണി ഉണ്ടാക്കി. 2-ാമത്തെ വിരിയുടെ പുറത്ത് മുടിശീലയുടെ വിളിമ്പിലും 50 കണ്ണി ഉണ്ടാക്കി. കണ്ണികൾ നേർക്കുനേരെയായിരുന്നു. അവർ പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി. കൊളുത്തുകൊണ്ട് മുടിശീലകളെ ഓരോന്നോരോന്ന് ഇണച്ചു. അങ്ങനെ തിരുനിവാസം ഒന്നായി തീർന്നു. തിരുനിവാസത്തിന്മേൽ മുടിവരിയായി കോലാട്ട് രോമം കൊണ്ടുള്ള മുടിശീലകൾ ഉണ്ടാക്കി. 11 മുടിശീലയായി അവയെ ഉണ്ടാക്കി. ഓരോ മുടിശീലയ്ക്ക് 30 മുഴം നീളവും ഓരോ മുടിശീലയ്ക്ക് 4 മുഴം വീതിയും ഉണ്ടായിരുന്നു. മുടിശീല 11-നും ഒരു അളവ് തന്നെ. അവൻ 5 മുടിശീല ഒന്നായും 6 മുടിശീല ഒന്നായും ഇണച്ചു. ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയ 1-ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മുടിശീലയുടെ വിളിമ്പിൽ 50 കണ്ണിയും 2-ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മുടിശീലയുടെ വിളിമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കി. കൂടാരം ഒന്നായിരിക്കേണ്ടതിന് അത് ഇണപ്പാൻ താമ്രം കൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കി. ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ കൊണ്ട് കൂടാരത്തിന് ഒരു പുറമുടിയും അതിന് മീതെ തകശു തോലുകൊണ്ട് ഒരു പുറമുടിയും അവൻ ഉണ്ടാക്കി. ഇത് വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ 20 മുതൽ അതിൻ്റെ കവറുണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത്. 20-ാം വാക്യത്തിൽ കതിരമരം കൊണ്ട് തിരുനിവാസത്തിന് നിവരെ നിൽക്കുന്ന പലകളും ഉണ്ടാക്കി. ഓരോ പലകയ്ക്ക് 10 മുഴം നീളവും ഓരോ പലകയ്ക്ക് 1.5 മുഴം വീതിയും ഉണ്ടായിരുന്നു. ഓരോ പലകയ്ക്ക് തമ്മിൽ ചേർന്നിരിക്കുന്ന 2 കുടുംബം ഉണ്ടായിരുന്നു. ഇങ്ങനെ തിരുനിവാസത്തിൻ്റെ എല്ലാ പലകയ്ക്കും ഉണ്ടാക്കി.
അവൻ തിരുനിവാസത്തിന് പലക ഉണ്ടാക്കിയത് തെക്ക് വശത്തേക്ക് 20 പലക, ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, ഇങ്ങനെ 20 പലകയുടെ അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവട് അവനുണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ മറുപുറത്ത് വടക്ക് വശത്തേക്കും 20 പലകയുണ്ടാക്കി. ഒരു പലകയുടെ അടിയിൽ 2 ചുവടും മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവടും, ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളി ചുവട് ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ വശത്തേക്ക് 6 പലകയുണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ ഇരുവശത്തുമുള്ള കോണുകൾക്ക് ഈ 2 പലകയുണ്ടാക്കി. അവ താഴെ ഇരട്ടയായും മേലറ്റത്ത് ഒന്നാമത്തെ വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായും ഇരുന്നു. 2 മൂലയിലുള്ള 2നും അങ്ങനെ തന്നെ ചെയ്തു. ഇങ്ങനെ 8 പലകയും ഓരോ പലകയുടെ അടിയിൽ ഈ 2 ചുവടായി 16 വെള്ളി ചുവടും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ അനുഭവത്തിൽ മുൻപോട്ട് പോകുമ്പോൾ 31-ാം വാക്യത്തിൽ അവൻ ഖദിരമരം കൊണ്ട് ആന്താഴങ്ങളും ഉണ്ടാക്കി. തിരുനിവാസത്തിൻ്റെ ഒരു വശത്തെ പലകയ്ക്ക് 5 ആന്താഴം, തിരുനിവാസത്തിൻ്റെ മറുവശത്തെ പലകയ്ക്ക് 5 ആന്താഴം, തിരുനിവാസത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് പിൻവശത്തെ പലകയ്ക്ക് 5 ആന്താഴം. നടുവിലത്തെ ആന്താഴം പലകയുടെ ഒത്ത നടുവിൽ ആ അറ്റത്തു നിന്ന് മറ്റേ അറ്റത്തോളം ചെല്ലുവാൻ തക്കവണ്ണം ഉണ്ടാക്കി. പലകകൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. ആന്താഴം ചെലുത്തുവാനുള്ള അവയുടെ വളയങ്ങൾ പൊന്നുകൊണ്ട് ഉണ്ടാക്കി. ആന്താഴം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് അടുത്തത് തിരശ്ശീലയുടെ പണിയാണ്. 35-ാം വാക്യം മുതൽ കാണുമ്പോൾ അവസാനം വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് അവനൊരു തിരശ്ശീലയും ഉണ്ടാക്കി. നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയായ കെരൂബുകളായിട്ട് അതിനെ ഉണ്ടാക്കി. അതിന് ഖദിരമരം കൊണ്ട് 4 തൂണും ഉണ്ടാക്കി. പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവയുടെ കൊളുത്തുകൾ പൊന്നുകൊണ്ട് ആയിരുന്നു. അവയ്ക്ക് വെള്ളി കൊണ്ട് 4 ചുവട് വാർപ്പിച്ചു. കൂടാരത്തിൻ്റെ വാതിലിന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രതയ്യൽക്കാരൻ്റെ പണിയായ ഒരു മറശ്ശീലയും അതിന് 5 തൂണും അവയ്ക്ക് കൊളുത്തും ഉണ്ടാക്കി. അവയുടെ കുമിഴുകളും മേൽ ചുറ്റ് പടികളും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. എന്നാൽ അവയുടെ ചുവട് 5ഉം താമ്രം കൊണ്ട് ആയിരുന്നു. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഈ അധ്യായത്തിലൂടെ നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മേഖലകളിലും നമ്മൾ സത്യസന്ധരും ദൈവത്തോട് വിശ്വസ്തയുള്ളവരും ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ കുറ്റമില്ലാത്തവരുമായിരിക്കണം. അപ്രകാരമുള്ള ഒരു അനുഭവത്തിലേക്ക് വളർന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ വായിച്ചു കേട്ടതുപോലെ ദൈവം തിരഞ്ഞെടുക്കുന്നവരെ, ബുദ്ധിയുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ, ദൈവവേലയ്ക്ക് വരേണ്ടവർ, ജ്ഞാനവും ബുദ്ധിയും കഴിവുമുള്ളവർ അവരുടെ കഴിവുകൾ ദൈവരാജ്യത്തിനു വേണ്ടി കൊടുക്കുമ്പോൾ ആണ് അതിനെയെല്ലാം അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് സാധിക്കുന്നത്. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ വചനത്തിലൂടെ, ഈ നോമ്പിൻ്റെ ധ്യാനത്തിലൂടെ ഞങ്ങൾ കൂടുതൽ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സഹായിക്കണം. ഞങ്ങളെല്ലാവോളം കർത്താവിൻ്റെ വേലയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ എപ്പിസോഡ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവെ, കനാൻ പ്രവേശനത്തിനായിട്ട് കർത്താവെ ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ പൂർണ്ണമായിട്ട് കനാൻ പ്രവേശനം അനുഗ്രഹമാക്കി കൊടുക്കണം. ആരും ഇതിൽ നഷ്ടപ്പെട്ടു പോയെന്ന് വരുവാൻ ഇടയാകരുത്. കനാൻ പ്രവേശനത്തിൽ അനുഗ്രഹത്തോടെ ഇതിൽ പ്രവേശിച്ച് മുന്നേറുവാൻ സഹായിക്കണം. പ്രാർത്ഥന എത്തിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.